എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ആണിന്ന്. ഗുരുവായൂർ അമ്പലനടയിൽ മുഖമണ്ഡപവും നടപ്പന്തലും ഉണ്ണിക്കണ്ണന് സമർപ്പിച്ചതിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണേ. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ണൻ്റെ തിരുമുമ്പിൽ വഴിപാടായി നടത്തിയത് വിഘ്നേഷ് വിജയകുമാറാണ്. പശ്ചിമ ബംഗാൾ ഗവർണറുടെ മുഖ്യ സാന്നിധ്യത്തിൽ തന്ത്രിയും മറ്റ് പ്രമുഖ വ്യക്തികളുടെയും താളമേളങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. തലേന്ന് 7 മണിയോടുകൂടി ഞങ്ങൾ ഗുരുവായൂർക്ക് യാത്ര തിരിച്ച് രാത്രി 12:30 അവിടെ എത്തി. കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം കുടുംബശ്രീ അവിടെയാണ് ഞങ്ങൾ പോയത്. കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് പോയതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അന്നേരം മുതൽ തന്നെ തിരക്ക് നന്നായിട്ട് അനുഭവപ്പെട്ട് ആദ്യത്തെ ക്യൂവും ഫുൾ ആളായി. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം അമ്പലനട തുറന്നതിന് ശേഷം ഞങ്ങൾ ക്യൂവിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഭഗവാന്റെ നേര് തുറക്കുമ്പോൾ തന്നെ തൊഴാനായിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഗോപുരത്തിൻ്റെ അവിടെയൊക്കെ പൂമാലയൊക്കെ കെട്ടുന്നതേ ഉള്ളായിരുന്നു. അവിടുത്തെ കുറച്ച് വീഡിയോ ആണ് ഈ കാണുന്നത്. അതിന് ശേഷം ആണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വീഡിയോ വരുന്നത്. ഇരിക്കുന്ന കൃഷ്ണനൊക്കെ 4000 അങ്ങനെയൊക്കെയുള്ള റേഞ്ചാണ്. ഇത് വെളുപ്പിനത്തെ കാഴ്ചയാണ്. ഗുരുവായൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വണ്ടി വരുന്ന പാളത്തിൽ മരങ്ങൾ വീണ് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ എന്നാലും ഭഗവാനെ തൊഴാനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും സാധിച്ച് ഭഗവാന്റെ ശരിക്കും ക്ഷണിച്ച് ചെന്ന ഒരു ക്ഷണം കിട്ടിയ പോലെ, ഭഗവാന്റെ ക്ഷണം കിട്ടിയ പോലെയാണ് തോന്നിയത്. ഞങ്ങൾ അറിഞ്ഞതുകൂടെയില്ല ഇങ്ങനെ ഒരു ഉദ്ഘാടനം അവിടെ നടക്കുന്നുണ്ടെന്ന്. മുഖമണ്ഡപത്തിൻ്റെയൊക്കെ നല്ല ഭംഗിയിൽ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും, മത്സ്യം, കൂർമ്മ, വരാഹം എല്ലാ അവതാരങ്ങളും നല്ല ഭംഗിയായിട്ട് അവിടെ ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണൻ്റെ താമരയിലുള്ള ആ ഉരുളിയിൽ വെച്ചേക്കുന്ന ഭഗവാന്റെ അടുത്ത് നിൽക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലവണ്ണം തൊഴുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ച് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ.